വെൽക്കം ഡോക്ടർ എർത്ത്ക്വേക്ക്. നിങ്ങളുടെ കാർ ഇവിടെ റെഡിയാണ്. ഹലോ ഡോക്ടർ എർത്ത്ക്വേക്ക്, നിങ്ങളെ നോക്കി ഇരിക്കുവായിരുന്നു ഞങ്ങൾ എല്ലാവരും. എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ശബാഷ് രംഗ, വേദ സിറ്റിനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഡോക്ടർ എർത്ത്ക്വേക്കിന്റെ ഭൂകമ്പം മുഖേന ഈ വേദ നഗരം പേടിച്ചു വിറയ്ക്കണം. പക്ഷേ ബോസേ, വേദാ സിറ്റി ഇങ്ങനെ ചെയ്താ സാറിന് എന്ത് ഗുണം കിട്ടാനാ? ഒന്ന് പറഞ്ഞേ. എന്ത് ഗുണമെന്നോ? എനിക്ക് ഡബിൾ ഗുണമല്ലേ കിട്ടാൻ പോകുന്നത്. ഒരു നഗരത്തിനെ മുഴുവൻ ഭൂകമ്പം കൊണ്ട് വിറപ്പിക്കാനുള്ള പവർ ഇതിനകത്തുണ്ട്, അറിയാമോ? ഞാൻ വേറൊരു മെഷീനും കൂടി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ്. അതുകൊണ്ട് ഏത് രാജ്യത്തിനെയും ഭൂകമ്പം കൊണ്ട് നശിപ്പിക്കണം. പിന്നെ ലോകം മുഴുവനും എന്റെ കൈപ്പിടിയിലാവണം. ഓരോ രാജ്യത്തെയും ഭൂകമ്പം കൊണ്ട് പേടിപ്പിച്ച് ഞാൻ രാജാവാവും. ഞാൻ എന്താണോ വിചാരിക്കുന്നത് അത് ഞാൻ സാധിക്കും. അതിനനുകൂലമായ ഒരു നഗരമാണ് ഞാൻ ഇപ്പൊ അന്വേഷിക്കുന്നത്. അവിടെ കടലിന്റെ ഉപ്പുവെള്ളവും ഉണ്ടാവണം, നദിയുടെ മധുരമുള്ള വെള്ളവും ഉണ്ടാവണം, മലകളും ഉണ്ടാവണം, മൈതാനങ്ങളും ഉണ്ടാവണം. അങ്ങനത്തെ ഒരു നഗരമാണ് വേദ സിറ്റി. ഇന്ന് ഞാൻ ഈ നഗരത്തിൽ ഒരു ട്രയൽ ചെയ്ത് നോക്കാൻ പോവുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ. ഈ ട്രയൽ സക്സസ് ആയാല് വേദാ നഗരത്തിലെ ഭൂകമ്പം ഉണ്ടാക്കി ഇവിടെയുള്ള ജനങ്ങളെയൊക്കെ ഓടിക്കുമല്ലേ? അങ്ങനെ നമുക്ക് ഈ നഗരം കൈയടക്കി നിങ്ങളുടെ ഉദ്ദേശം പോലെ തന്നെ പുതിയൊരു മിഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ആ മിഷൻ മുഖേന പല രാജ്യങ്ങളിലും ഭൂകമ്പം ഉണ്ടാക്കി നശിപ്പിക്കാം. Yes, yes, you are right. ഈ മെഷീന്റെ അകത്തുള്ള ജനറേറ്റർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ കുറെ അധികം പെട്രോളിന്റെ ആവശ്യം എനിക്കിപ്പോ ഉണ്ട്. നഗരത്തിൽ മുഴുവൻ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെട്രോൾ ടാങ്ക് നിറഞ്ഞ ഒരു ലോറി മോഷ്ടിച്ചുകൊണ്ട് വരണം. Now, let the show begin. രാവിലെ തന്നെ പാടാൻ തുടങ്ങിയാൽ എന്താ ചെയ്യാ? ആഹാരം ഉണ്ടാക്കണ്ടേ, രാവിലത്തെ ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങളിപ്പോ പാടുന്നുമില്ലല്ലോ, പക്ഷെ ഇതെന്താ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്? എന്താ ഇത് ശിവ? മുത്തശ്ശ, എനിക്ക് തോന്നുന്നു ഭൂകമ്പം വന്നെന്ന്. വീട് മൊത്തം കുലുങ്ങാണല്ലോ. എന്ത് വലിയ ഭൂകമ്പമാ ഇത്, കണ്ടില്ലേ? ഫാൻ വരെ താഴെ വീണ്. ചിലപ്പോ ടിവിയിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ന്യൂസ് ഇട്ട് കാണും. നമുക്ക് നോക്കാം. ഇന്നിതാ വേദ നഗരത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം. 6.5 റിക്ടർ സ്കെയിലിൽ ഭൂമികുലുക്കമുണ്ടായിരിക്കുന്നു. ഇത്രയ്ക്കും സ്ട്രോങ് ആയ ഒരു ഭൂകമ്പം ഇതുവരെ നമ്മുടെ നഗരത്തിൽ ഉണ്ടായിട്ടേയില്ല. യാദൃശ്ചികമായി ഡോക്ടർ എർത്ത്ക്വേക്ക് ഭൂകമ്പത്തിന്റെ പരീക്ഷണത്തിനായി ഈ നഗരത്തിൽ വന്നിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചാനലിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പറയുന്നതായിരിക്കും ഭൂകമ്പം ഉണ്ടായതിന്റെ രഹസ്യം. ഇത് ക്ലൈമറ്റിന്റെ ചേഞ്ച് ആണോ അതോ വേറെ വല്ലതുമാണോ? സർ, ദയവ് ചെയ്ത് എന്താണെന്ന് പറയൂ. താങ്ക് യു. വേദ സിറ്റിയിൽ എർത്ത്ക്വേക്ക് വന്നതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് വോൾക്കാനോയുടെ മുഴുവൻ സാന്നിധ്യം ഉണ്ടെന്ന് വേണം പറയുവാൻ. ചിലപ്പോ വോൾക്കാനോ പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നഗരത്തിൽ വലിയൊരു ദുരന്തം തന്നെ ഉണ്ടാവും. ആരും രക്ഷപ്പെടില്ല. ഈ നഗരത്തിലുള്ള ജനങ്ങൾ എല്ലാവരും നാടുവിട്ട് പോകുന്നതാണ് നല്ലത്. അതല്ലാതെ വേറെ വഴിയില്ല. എന്ത്? എല്ലാവരും നാടുവിട്ട് പോകണമെന്നോ? എത്രയും പെട്ടെന്ന് നഗരം ഒഴിഞ്ഞ് എല്ലാരും പോകണം. ഇനി 1-2 വർഷത്തേക്ക് ഇവിടെ താമസിക്കുന്നത് വളരെ അപകടമാണ്. കാരണം ഒരു തവണ വോൾക്കാനോ പൊട്ടി തുടങ്ങിയാൽ വർഷങ്ങളോളം ഭൂമികുലുക്കം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് സത്യമാണ്. കച്ചവടം നന്നായിരുന്നു കേട്ടോ.
ഡോക്ടർ എർത്ത്ക്യൂക്ക്, ഒരു മിനിറ്റ്. ഇപ്പോൾ കിട്ടിയ ബ്രേക്കിംഗ് ന്യൂസ്. ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ അപകടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒഴിഞ്ഞു പോകൂ. താങ്ക് യു വെരി മച്ച്. ഞാനും എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോകാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഭൂമികുലുക്കം എങ്ങനെയാണ് ഉണ്ടായതെന്ന്. അതുകൊണ്ട് രാത്രി 8 മണിക്ക് ഞങ്ങളുടെ ചാനൽ കാണാതിരിക്കരുത്. ഭൂകമ്പത്തിന്റെ രഹസ്യം അറിയുവാൻ തീർച്ചയായും കാണുക. രാത്രി 8 മണി വരെ TV ചാനലിൽ ഉണ്ടെങ്കിലല്ലേ ഈ പ്രോഗ്രാം ഒക്കെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ഈ നഗരം മുഴുവൻ ചുറ്റിക്കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. വരൂ. കള്ളൻ, കള്ളൻ, എന്റെ ടാങ്കർ ലോറി കൊണ്ടുപോകുന്നേ. ലഡു സിംഗ് സാറേ, വേദാ നഗരത്തിലുള്ള ബാങ്കിന്റെ അടുത്തുള്ള റോഡിലേക്ക് പെട്ടെന്ന് വാ. കുറച്ച് ആൾക്കാരെ പെട്രോൾ നിറച്ച ടാങ്കർ ലോറി കൊണ്ടുപോയി. കുട്ടി വഴിന്ന് മാറ്. എന്നെ കൊട്ടി എന്ന് വിളിക്കരുത്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ശിവ, ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതല്ലേ, എന്തിനാ നീ എന്നെ ആളെ വെച്ച് തല്ലുന്നത്? ഇത് ശരിയല്ല കേട്ടോ. കണ്ടില്ലേ ശിവ, ഗുണ്ടകൾ എന്നെ കണ്ടതും എങ്ങനെ ഇവിടുന്ന് ഓടിപ്പോയതാന്ന്. ഇതുപോലെ ഗുണ്ടകളെ ഞാനൊന്ന് ഊതിപ്പോയ അവരിവിടുന്ന് പറന്ന് പറന്ന് പോകും. എന്നാ ശിവ, ഞാൻ പോട്ടെ. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും നീ എന്നൊന്ന് വിളിച്ചാ മതി, ഞാനപ്പം ഓടി എത്തും. ഓക്കേ, ശരി, പോട്ടെ. ബൈ ബൈ. ഓക്കേ സർ, താങ്ക് യു ഫോർ ദ ഹെൽപ്പ്. ഞാനേ ഒരു സെൽഫി എടുക്കട്ടെ. കണ്ടില്ലേ, ഈ സമയത്ത് അവൻ ഒരു സെൽഫി എടുക്കണം. എന്താ പറയാ? നിനക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ആദ്യമായിട്ട് വോൾക്കാനയുടെ അകത്ത് നിന്ന് വന്ന ഒരു കല്ലിന്റെ അടുത്ത് നിന്നല്ലേ ഞാൻ സെൽഫി എടുക്കാൻ പോകുന്നത്. അത് അതിശയല്ലേ? നീ എടുത്തോ, പക്ഷെ സൂക്ഷിക്കണം, പാറക്കല്ല് ചൂടായിരിക്കും. ഈ കല്ലൊക്കെ എനിക്ക് ഭയങ്കര നിസ്സാരം. കാരണം നാട്ടിലെ ഞാൻ കല്ലുകൾ പഴുത്തിരിക്കുമ്പോ കൈകൊണ്ട് എടുത്ത് കളിക്കാറുള്ളതാ. ശരി ശരി, വിട്, വാ നമുക്ക് പോവാം. വരുവാ വരുവാ. രവ, അത് കണ്ടോ, വോൾക്കാനോയിൽ നിന്ന് പുക വരുന്നത്? അല്ലേലും ഞാൻ കേട്ടിട്ടുണ്ട്, പ്രകൃതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് ആദ്യം അനിമൽസിനായിരിക്കും കൂടുതൽ മനസ്സിലാകുക. പക്ഷെ ഇവിടെയുള്ള ആനിമൽസും ബേർഡ്സും ഒക്കെ വളരെ നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്താലോ? ഫോണിലെ എർത്തക്യൂക്കിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോകൾ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. എന്ത് പറ്റി ശിവ? എന്താ കാര്യം? യെസ്, ഞാൻ ഉദ്ദേശിച്ച പോലെ എന്തോ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ലഡു സിംഗ് സാറിനെ കാണണം. ശിവ, കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. വേഗം വാ, അവിടെ പോയി സംസാരിക്കാം. നമുക്ക് പോകാം. എന്ത്? നീ എന്തായി പറഞ്ഞു വരുന്നേ ശിവ? വേദാ സിറ്റി മുഴുവനും ഭൂമികുലുക്കം കാരണം എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ നീ പറയുന്നത് അതെല്ലാം കള്ള ഭൂകമ്പമാണെന്ന്. വോൾക്കാനോ ബ്ലാസ്റ്റും ഭൂകമ്പവും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നോ? എന്തായി പറയണേ? ഇത് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. ഈ വീഡിയോ നോക്കൂ. ഈ വീഡിയോയിലെ ഹെലികോപ്റ്റർ വോൾക്കനോയുടെ അകത്ത് പോകുന്നത് കാണാൻ പറ്റും. ഐ ആം വെരി ഷുവർ ഈ വോൾക്കനോയുടെ അകത്ത് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നീ ഇപ്പൊ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, വളരെ ശരിയാണ് ശിവ. രണ്ടാമത്തെ പ്രൂഫ്, ആദ്യം ഞാനും ഒരു പാറക്കല്ല് ടച്ച് ചെയ്തു. അത് ശരിക്കും തണുത്തിരുന്നു. വോൾക്കനോയിൽ നിന്നും വന്ന കല്ലാണെങ്കിൽ അത് നല്ല ചൂടുണ്ടാവും. വന്നേ, നമുക്ക് ഇപ്പൊ തന്നെ ചെന്ന് നോക്കാം. ഇപ്പൊ തന്നെ ഈ ലഡ്ഡു സിംഗിന്റെ ഓഹോ അവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ നമ്മൾ എത്ര വേഗം കണ്ടുപിടിച്ചേ പറ്റൂ. വന്നേ, പോവാം.
ഈ ഇൻസ്പെക്ടർ നമ്മുടെ താവളത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയാളെ തടയാൻ നോക്ക്, ഇല്ലെങ്കിൽ എന്റെ പ്ലാൻ മുഴുവൻ പൊളിയാൻ സാധ്യതയുണ്ട്. വേഗം വണ്ടി തിരിക്കേ, വേഗം വണ്ടി തിരിക്കാൻ. ദേ ഒരു പാറ നമ്മുടെ നേരെ വരുന്നത് കണ്ടല്ലേ? നീ വേഗം വണ്ടി തിരിക്കേ, തിരിക്കേ പേടറാം. വേഗം സ്പീഡ് കൂട്ട പേടറാം, വേഗം വേഗം സ്പീഡ് കൂട്ടേ. വേണ്ട വേണ്ട, ഓടിക്കോ പേടറാം, വേഗം ഓടിക്കോ. അതെ പേടാറാം, ഞാൻ നിന്നോട് ഇറങ്ങി ഓടാനല്ല പറഞ്ഞത്, ആ വണ്ടി വേഗത്തിൽ ഓടിക്കാനാ പറഞ്ഞത്. ലഡു സിംഗ് സാറേ, നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി. ഞാൻ അകത്തേക്ക് പോയിട്ട് അതിന്റെ രഹസ്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കട്ടെ. ഈ കുട്ടി എന്താ ഈ ചെയ്യുന്നത്? അവൻ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താണ്? എന്റെ സംശയം വളരെ ശരിയായിരുന്നു. ഈ വോൾക്കനോ ബ്ലാസ്റ്റ്, എർത്ത്ക്വേക്ക് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. എവിടെ അകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ നോക്കി നിൽക്കുന്നത്? അവനെ വേഗം കൊന്നു കളയ. അവൻ ഫോണിലൂടെ ആരോടോ എന്തൊക്കെയോ പറയുന്നു. കുട്ടി, നിനക്ക് ഇവിടെ എന്താ കാര്യം? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഡോക്ടർ എർത്ത്ക്വേക്ക്, നിങ്ങളോ? നിങ്ങളുടെ ഇന്റർവ്യൂ ഞാൻ ടിവിയിൽ കണ്ടതാണല്ലോ. അങ്കിൾ, ഇതൊക്കെ ഫേക്ക് ആയിരിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇനി ഒരു കാര്യം പറയൂ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാനെല്ലാം തോന്നുന്നു പറയാം. കാരണം നീ ഇനി ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പോകുന്നില്ല, അറിയോ? ഓ, അപ്പൊ ഇതാണല്ലേ കാര്യം. നിങ്ങളുടെ ഈ എർത്ത്ക്വേക്ക് മെഷീൻ മുഖേന ഈ ലോകം മുഴുവനും ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നു. അങ്ങനെ ഭരിക്കാമെന്ന് വിചാരിച്ചല്ലേ? പക്ഷെ നിങ്ങളുടെ സ്വപ്നം ഒരിക്കലും പൂർത്തിയാവില്ല. എന്തുകൊണ്ട് പൂർത്തിയാവില്ല? എന്നെ തടയാൻ ആരാ ഉള്ളത്? പറ. ഞാനുണ്ടല്ലോ, നിങ്ങളെ തടയാനായിട്ട് ഞാൻ ഒരുത്തൻ മതി. കുട്ടി, നീ എന്നെ തടയുമെന്നോ? ഹലോ അങ്കിൾ, ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടിയെന്ന് എന്നെ വിളിക്കരുതെന്ന്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
എന്താണ് മേടിച്ച് നോക്കി നിൽക്കുന്നേ? പോയി പിടിക്കടാ അവനെ, കൊല്ലേ. പിടിക്ക്, ഓടി വന്ന് പിടിക്ക് അങ്കിൾ. എന്ത് പറ്റി? ഈ പാറ എന്റെ അടുത്തേക്കാ വരുന്നത്. വേണ്ട, എന്റെ അടുത്ത് വരരുത്. അതാരെങ്കിലും തടയണേ. വേണ്ട, ഒന്ന് നിൽക്കുന്നുണ്ടോ? എല്ലാരെയും ഒന്ന് ഇറക്കി വിടണേ. പെടടാ, ഒന്ന് തടയേ, വേഗം വന്നേ. തടയാനില്ല പറഞ്ഞത്. ഞങ്ങള് തോൽവി സമ്മതിച്ചിരിക്കുന്നു. പ്ലീസ് ഞങ്ങളെ താഴെ ഇറക്ക് പ്ലീസ്. ശരി അങ്കിൾ, തോറ്റെന്ന് പറഞ്ഞത് കൊണ്ട് വേണമെങ്കിൽ ഞാൻ താഴെ ഇറക്കാം. ഓയ്. ഇത് കുട്ടിയാണോ ഇല്ല കുട്ടി ചാത്തനാണോ? കുട്ടിന്ന് വിളിക്കില്ല സാർ, പൊതിരെ തല്ല് കിട്ടും സാർ. മുന്നോട്ട് ഇനി വഴിയില്ല, ടണൽ ഇവിടം വരെ ഉള്ളൂ. വേണ്ട വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ വലിയൊരു സയന്റിസ്റ്റ് ആണ്. നിനക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയില്ല ചക്ക. നിനക്കറിയോ, ഞാൻ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ രാജ്യം തന്നെ നശിപ്പിക്കും. വേഗം അവിടുന്ന് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ച് ഭൂകമ്പം ഉണ്ടാക്കി വേദ നഗരം മൊത്തം കത്തിച്ച് നശിപ്പിച്ച് കളയും. അങ്കിൾ, വെറുതെ ഇങ്ങനെ വാചു കടിച്ചിട്ട് ഒരു കാര്യമില്ല. ലഡ്ഡു സിംഗ് സാറിന് എല്ലാ കാര്യങ്ങളും ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അതായത് ഇതെല്ലാം ഫേക്ക് ആണെന്ന്. ഇനി നിങ്ങളുടെ ഭൂകമ്പത്തിന് ഒരാൾ പോലും പേടിക്കില്ല. ഇപ്പൊ എന്റെ ഒപ്പം വരുന്നോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണോ? എന്നെയാണോ ഫൈറ്റിന് വിളിക്കുന്നത്? നിനക്ക് എന്നെ കുറിച്ച് അറിയില്ല. ഞാനൊരു സയന്റിസ്റ്റ് ആണ്, അല്ലാതെ ഫൈറ്റർ ഒന്നുമല്ല. നീ കുട്ടികളെ പോലെ ഇല്ലാത്തത് എന്താണ്? വല്ലാത്ത ശല്യമാ. സാറേ, കുട്ടീന്ന് വിളിക്കല്ലേ, പൊതിരെ തല്ല് കിട്ടുവേ. എന്താ കുട്ടി കുട്ടി പറയുന്നത്? വർഷങ്ങളോളം ഉള്ള എന്റെ ഈ കണ്ടുപിടുത്തമാണ് ഈ കുട്ടി നശിപ്പിക്കാൻ നോക്കുന്നത്. എന്റെ സ്വപ്നങ്ങളെല്ലാം കോളമാക്കി കളഞ്ഞു ഈ കുട്ടി. കമാൻഡോ സാർ, ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്യണം. എന്റെ ജീവിതം മുഴുവനുള്ള കഠിന പരിശ്രമം ഇവൻ ഇല്ലാതാക്കി. ലോകം മുഴുവൻ കൈയടക്കാനുള്ള എന്റെ ശ്രമം ഇവൻ തകർത്തു. ഇവനെ ഒരിക്കലും വിടാൻ പാടില്ല നിങ്ങൾ. ഇവനെ പിടിച്ച് ജയിലിലിട് സാർ. കുട്ടി 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 വീണ്ടും വീണ്ടും വിളിക്കൂടാ കുട്ടീന്ന്. കുട്ടീന്ന് വിളിച്ചാ നീ എന്ത് ചെയ്യൂടാ? കുട്ടി എന്താണ് നോക്കി നിൽക്കുന്നത്?
ഞാൻ നിന്നെ ആയിരുന്നാണോ കുട്ടി എന്ന് വിളിക്കും. ഞാൻ നിന്നെ പകരം വീട്ടുപെടാ കുട്ടി. ഇപ്പൊ എന്താണ് മേച്ച് നോക്കുന്നത്? എന്നെ വന്ന് തള്ളടാ കുട്ടി. കുട്ടി എന്നല്ലാതെ വേറെ എന്താണ് ആൾക്കാർ പറയാ? അതിന് ഇത്രയും ദേഷ്യപ്പെടാൻ എന്താ അങ്കിൾ ഉള്ളത്? ഇവനിപ്പോ എന്താ ഈ പറയുന്നത്? ആദ്യം കുട്ടീന്ന് വിളിച്ചപ്പോ എന്നെ പിടിച്ച് തള്ളി. ഇപ്പൊ ഇവൻ പറയുന്നു കുട്ടീനെ കുട്ടീന്ന് വിളിക്കാതെ പിന്നെ എന്താ ചെയ്യാന്ന്. ഈ കുട്ടി ഞാൻ വെറുതെ വിടില്ല. ഇവനെ ഞാൻ കൊന്നുകളയും. പൊരുത്തം കേട്ട കുട്ടി. ശരി, ജയിലിലേക്ക് പോയിട്ട് ആലോചിച്ച് പറഞ്ഞോ ശിവേൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞത് നിനക്ക് വല്ലതും മനസ്സിലായ? യു ആർ അണ്ടർ അറസ്റ്റ്. വേഗം നടക്ക്. താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. നീ ഏറ്റവും വലിയ രഹസ്യമാണ് ഇപ്പൊ തെളിയിച്ചിരിക്കുന്നത്. അറിയോ നിനക്ക്? ഇങ്ങനൊന്നും ആർക്കും ആലോചിക്കാൻ ബുദ്ധി ഉണ്ടാവില്ല.